സെക്കൻഡ് ചാപ്റ്റർ മോൾ കോൺസെപ്റ്റ്. ഓക്കെ, ഇതിനകത്ത് ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 ഗ്യാസ് ലോസ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ബോയ്സ്, രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ചാൾസ്, മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് അവഗാഡ്രോ ലോ. ഇങ്ങനെ 3 ലോസ് ആണ് ഫസ്റ്റ് പാർട്ടിൽ, അതായത് സെക്കൻഡ് ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾക്ക് പഠിക്കുന്നത്. ബോയ്സ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോ. ഫസ്റ്റ് വൺ ബോയ്സ് ലോ. ബോയ്സ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BOIL. ഈ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാസ്ത്രജ്ഞന്റെ പേരാണ്. BOIL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ന മീനിങ്. ബോയ് തിളയ്ക്കാൻ ആവശ്യമായ ടെമ്പറേച്ചർ ആണല്ലോ, അപ്പൊ ടെമ്പറേച്ചർ. അപ്പൊ ബോയ്സ് ലോ എന്താണ്? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. അപ്പൊ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ബോയ്സ് ലോ പറയുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. എന്തുവാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അതായത് ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നതിനെ വിളിക്കുന്നതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അപ്പോൾ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. അപ്പോൾ വോളിയം കൂടുമ്പോൾ പ്രഷർ കുറയും, അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും. ഇതാണ് ഏത് ലോ എന്ന് പറയുന്നത്? ബോയ്സ്. ബോയ്സ് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. ഇതിന്റെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് V പ്രൊപ്പോർഷണൽ ടു 1/P. ഇതാണ് ബോയ്സ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ. സെക്കൻഡ് വൺ ചാൾസ് ലോ. ചാൾസ് ലോയ്ക്കകത്ത് ഇവിടെ ടെമ്പറേച്ചർ ആണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ ലോ ചാൾസ് ലോയ്ക്കകത്ത് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത് പ്രഷർ ആണ്. പ്രഷർ കോൺസ്റ്റന്റ്, വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അപ്പൊ ഫസ്റ്റ് ലോ ബോയ്സ് ലോ, അത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. സെക്കൻഡ് ലോ ചാൾസ് ലോയ്ക്കകത്ത് പ്രഷർ ആണ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് പ്രഷറിൽ വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടും. രണ്ടും കൂടുന്നതിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയാ, അല്ലെങ്കിൽ രണ്ടും കുറയും. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടുകയോ കുറയുകയോ ചെയ്യും. ഇതിനെയാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയാ. അപ്പൊ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇതാണ് രണ്ടാമത്തെ ലോ ചാൾസ്. തേർഡ് ലോ, മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, സെക്കൻഡ് വൺ പ്രഷർ കോൺസ്റ്റന്റ്. മൂന്നാമത്തെ ലോ ഈ രണ്ടും കോൺസ്റ്റന്റ്, Tയും Pയും കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. അതായത് നമ്പർ ഓഫ് മോളിക്യൂളിന്റെ എണ്ണം കൂടുമ്പോൾ വോളിയവും കൂടും. എപ്പോഴാണ്? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇതാണ് അവഗാഡ്രോസ് ലോ. ഈ ലോ വേറെ രീതിയിൽ കൂടി റെപ്രസെന്റ് ചെയ്യാം. വോളിയം സെയിം ആണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. ഈക്വൽ വോളിയം ഓഫ് എ ഗ്യാസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇത് ഏത് ലോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോയുടെ പേര് അവഗാഡ്രോസ് ലോ. മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ V പ്രൊപ്പോർഷണൽ ടു N. അപ്പൊ ഇത്രയാണ് ആദ്യത്തെ പോർഷനായ ഗ്യാസ് ലോസ്. അപ്പൊ ഈ ലോ വെച്ചൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ലോ എഴുതാൻ ചോദിക്കാറുണ്ട്, അതിന് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ചോദിക്കാറുണ്ട്. സെക്കൻഡ് പോർഷൻ പഠിക്കാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡാണ് മോഡ്. മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതായത് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗമാണ് മോഡ് എന്ന് പറയുന്നത്. പ്രോബ്ലം ബേസ്ഡ് ആണ് ചോദിക്കുന്നതെങ്കിലും നമുക്ക് ഏറ്റവും എളുപ്പമായി കണ്ടുപിടിക്കേണ്ടതും ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യമാണ് മോഡ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആദ്യം കണ്ടുപിടിക്കേണ്ട സാധനം മോഡാണ്. കാരണം ഈ മോഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് പഠിച്ചാൽ മോഡ് കണ്ടുപിടിക്കാൻ പറ്റും. മോഡ് കണ്ടുപിടിച്ചാൽ ഈ ചാപ്റ്റർ ഏത് പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാനും പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നതിനുള്ള ഇക്വേഷൻസ്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ മോഡ് ഈക്വൽ ടു G divided by GAM or G divided by GMM. Second equation, mode is equal to V divided by 22.4 liter. Third equation, mode equal to number divided by Avogadro number. Okay, ഈ മൂന്ന് ഇക്വേഷൻ ആണ് നമ്മൾ ചാപ്റ്ററിനകത്തുള്ളത്. ഇത് മൂന്നെണ്ണം വെച്ച് മോഡ് അങ്ങ് കണ്ടുപിടിച്ചാൽ ഈ ചാപ്റ്റർ മൊത്തം പ്രോബ്ലം നമുക്ക് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം.
ഫസ്റ്റ് ഇക്വേഷൻ മോൾ ഇസ് ഈക്വൽ ടു g ഡിവൈഡഡ് ബൈ gam or g ഡിവൈഡഡ് ബൈ gm. എന്താണ് gam എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിന്റെ മാസ് ഗ്രാമിൽ പ്രസ്താവിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് gam, ഗ്രാം അറ്റോമിക് മാസ്. അപ്പോൾ ഒരു ആറ്റത്തിന്റെ മാസ് g ഇട്ട് റെപ്രസെന്റ് ചെയ്താൽ അല്ലെങ്കിൽ ga എന്ന് വിളിക്കാം. ഒരു മോളിക്യൂളിന്റെ മാസ് g ഇട്ട് റെപ്രസെന്റ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് gm എന്ന് വിളിക്കാം. ദാറ്റ് ഈസ് ഗ്രാം മോളിക്യുലർ മാസ്. അപ്പോൾ ആറ്റത്തിന്റെ മാസ് g ഇട്ട് പറയുന്നതിനെ വിളിക്കുന്നതാണ് gam. ആറ്റത്തിന്റെ മാസ് മോളിക്യൂളിന്റെ മാസ് g ഇട്ട് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് gm. നെക്സ്റ്റ് b എന്ന ലെറ്റർ വോളിയത്തെ സൂചിപ്പിക്കുന്നു. ദെൻ നമ്പർ അവഗാഡ്രോ നമ്പർ 6.0 × 10⁻². ഈ ഇക്വേഷനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഇത് രണ്ടും മാക്സിമം കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. കുറച്ച് gam ഉം gm ഉം, കാരണം ഇത് പരീക്ഷിക്കുന്നുണ്ട് gam ഉം gm ഉം തരത്തില്ല നമ്മൾ ആദ്യം. അതായത് ഓരോ ഇക്വേഷൻ വെച്ചും നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഫസ്റ്റ് 64 ഗ്രാം O2, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. 64 ഗ്രാം O2. Calculate the number of molecules in 64 gram O2. അല്ലെങ്കിൽ calculate the number of atoms in 64 gram O2. അതല്ലെങ്കിൽ calculate the volume. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു വാല്യൂ തന്നിട്ടുണ്ട്, ഒരു സിമ്പൽ തന്നിട്ടുണ്ട്. നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഈ മൂന്ന് ഇക്വേഷൻ ഏതായിരിക്കും. അപ്പോൾ അതായിക്കോട്ട് നോക്കുക. ഫസ്റ്റ് നോക്കണം നമ്പർ, തന്നിരിക്കുന്ന വാല്യൂ അല്ലെങ്കിൽ ആ നമ്പർ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 64 ഗ്രാം എന്നാണ്. ഗ്രാം ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ രണ്ട് ഇക്വേഷൻസ് g ഡിവൈഡഡ് ബൈ gam ഉം g ഡിവൈഡഡ് ബൈ gm. ഓക്കേ, അപ്പോൾ g ഡിവൈഡഡ് ബൈ gam എടുക്കണോ g ഡിവൈഡഡ് ബൈ gm എടുക്കണോ? അതിന് നോക്കേണ്ടത് രണ്ടാമത്തെ സിമ്പൽ. ഇവിടെ O2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കേണ്ടത് gm, കാരണം O2 ഒരു മോളിക്യൂളാണ്. അപ്പോൾ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ സിമ്പൽ അല്ലെങ്കിൽ ഇക്വേഷൻ g ഡിവൈഡഡ് ബൈ gm എന്ന് എടുക്കുക. ആറ്റമാണ്, ആറ്റത്തെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ O എന്നാണ്. O എന്നാണ് തന്നിരുന്നെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് gam. O2 എന്നാണ് തന്നിരിക്കുന്നത്, നിങ്ങൾ എടുക്കുക gm. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ മോൾ വിളിക്കേണ്ട ഇക്വേഷൻ മോൾ ഈക്വൽ ടു g ഡിവൈഡഡ് ബൈ gm. g തന്നിരിക്കുന്ന വാല്യൂവിനെയാണ് g എന്ന് വിളിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ 64 ഗ്രാം ഡിവൈഡഡ് ബൈ gm. O2 ന്റെ മോളിക്യുലർ മാസ് എന്ന് പറയുന്നത് 32 ആണ്. അത് ഗ്രാമിൽ പറയുമ്പോൾ gm ആവും. അപ്പോൾ 32 ഗ്രാം. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. ഓക്സിജൻ മോളിക്യൂളിന്റെ gm എന്ന് പറയുന്നത് 32 ഗ്രാം. അപ്പോൾ ഓക്സിജൻ മോളിക്യൂളിന്റെ gm വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ 2. അപ്പോൾ നമുക്ക് മോൾ കിട്ടി. 64 O2-നകത്ത് 64 ഗ്രാം O2-നകത്ത് 2 മോൾ. നമ്മുടെ ക്വസ്റ്റ്യൻ മോൾ പഠിക്കാൻ ആയിരിക്കില്ല, പകരം കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾ എന്നാണ്. അപ്പൊ മോളിക്യൂൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? മോള് കണ്ടുപിടിക്കണം. മോളെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം മോള് കണ്ടുപിടിക്കണം. കാരണം ഈ ചാപ്റ്ററിലെ ബേസ് എന്ന് പറയുന്നത് മോളാണ്. ഒരു വാല്യൂ തന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഫസ്റ്റ് മോള് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് കിട്ടിയത് 2. ഇനി നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇസ് ഈക്വൽ ടു മോളിക്യൂൾസ് മാറ്റം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഉണ്ടായിരിക്കണം. നമ്പറിന്റെ പേര് അവഗാഡ്രോ നമ്പർ എന്നാണ്. അവഗാഡ്രോ നമ്പർ ഏതാണെന്ന് വെച്ചാൽ 6.022 × 10⁻23. മോളിക്യൂൾ എന്നും ആറ്റം എന്നും ഉണ്ടെങ്കിൽ ഈ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പർ 6.022 × 10⁻23. കാരണം മോളിക്യൂൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ 64 ഗ്രാം O2-നകത്ത് എത്ര മോളിക്യൂൾ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട് മോള് 2. അതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയ മോള് ഇൻറ്റു അവഗാഡ്രോ നമ്പർ, അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഇൻറ്റു തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച മോളിന്റെ എണ്ണം 2. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ചാപ്റ്റർ എന്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മോൾ വേണം. അപ്പൊ തന്നിരിക്കുന്ന വാല്യൂ ഗ്രാമിലാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ g ഡിവൈഡഡ് ബൈ gam or g ഡിവൈഡഡ് ബൈ gm. സപ്പോസ് തന്നിരിക്കുന്ന വാല്യൂ ഗ്രാമിലല്ല എന്ന്, തന്നിരിക്കുന്ന വാല്യൂ ഗ്രാമിലല്ല എന്ന് 44.8 ലിറ്റർ O2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വാല്യൂ മാറി. നേരത്തെ ഗ്രാം ആയിരുന്നു, ഇപ്പോൾ ആ വാല്യൂ മാറിയിരിക്കുന്നു ലിറ്റർ. അപ്പൊ ലിറ്റർ എന്തിന്റെ യൂണിറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയത്തിന്റെ യൂണിറ്റ് ആണ് ലിറ്റർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പകരം ഉപയോഗിക്കേണ്ടത് സെക്കൻഡ് ഇക്വേഷൻ ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ളത് മോൾ ഈസ് ഈക്വൽ ടു B ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക.
ഇത് ഉപയോഗിച്ച് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി തന്നിരിക്കുന്ന വാല്യൂവിനെയാണ് ബി എന്ന് വിളിക്കുക. അപ്പൊ തന്നിരിക്കുന്ന വാല്യൂ 44.8 ലിറ്റർ divided by 22.4 ലിറ്റർ. So answer is 2. Same number of molecule ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നെങ്കിൽ number of molecule is equal to molecule എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 6.022 into 10 raised to 23 ഉണ്ടാവണം. അതിന്റെ കൂടെ ഇൻറ്റു നമ്മൾ കണ്ടുപിടിച്ച സോ വാല്യൂ മാറിയപ്പോൾ ഇക്വേഷനും മാറി. അടുത്ത മോഡൽ വിളിക്കാനുള്ള മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്പർ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. 6.022 into 10 raised to 23 O2 എന്നാണ് ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. ഇവിടെ ഗ്രാം ഇല്ല, എല്ലിട്ട് യൂണിറ്റ് ഇല്ല, അപ്പൊ ഇവിടെ ഒരു യൂണിറ്റും ഇല്ല. യൂണിറ്റ് ഇല്ലാതെ തരുന്നതാണ് എന്ന് പറയുന്നത് നമ്പർ. അങ്ങനെ ഒരു നമ്പറാണ് തരുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല, സെക്കൻഡ് ഇക്വേഷൻ ഉപയോഗിക്കാനും പറ്റില്ല. പിന്നെ ഉപയോഗിക്കേണ്ടത് തേർഡ് ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യണം. കാരണം ജി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ലിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ബി ഡിവൈഡഡ് ബൈ 22.4 ലിറ്റർ എടുക്കാമായിരുന്നു. ഇപ്പോൾ യൂണിറ്റ് ഒന്നുമില്ല, അതിനാൽ നമ്മൾ എടുക്കേണ്ടത് നമ്പർ ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കും. അപ്പോൾ ആ ഇക്വേഷൻ അനുസരിച്ച് മോൾ ഇസ് ഈക്വൽ ടു number divided by 6.022 into 10 raised to 23. നമ്പർ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പർ, അത് ഈ നമ്പർ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ 1000 ആവാം. ഏത് നമ്പർ വേണമെന്നില്ല, ഏത് നമ്പറാണോ തന്നിരിക്കുന്നത് ആ നമ്പർ അതുപോലെ എഴുതുക. 6.022 into 10 raised to 23 divided by 6.022 into 10 raised to 23. രണ്ടുകൂടെ ക്യാൻസൽ ചെയ്യാം, ആൻസർ. ഇനി 1000 ആണ് തന്നിരിക്കുന്നതെങ്കിൽ 1000 ഡിവൈഡഡ് ബൈ 6.022 into 10 raised to 23. ഇത് ഡിവൈഡ് ചെയ്യാൻ പാടാണ്, അതിനാൽ നിങ്ങൾ ഇതുപോലെ എഴുതിയിരുന്നാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. ഇതാണ് നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കുക. മോളിക്യൂൾ കണ്ടുപിടിക്കാൻ ഈ കിട്ടുന്ന നമ്പറിലൂടെ 6.022 into 10 raised to 23 കൂടെ മൾട്ടിപ്ലൈ. അപ്പോൾ ഇതാണ് പ്രോബ്ലം ബേസ്ഡ് ആ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഏത് ചോദിച്ചാലും കണ്ടുപിടിക്കേണ്ട എന്തായിരിക്കണം? മോഡ് കണ്ടുപിടിക്കാൻ 3 ഇക്വേഷൻ കിടപ്പുണ്ട്. അതിൽ ഒന്നാമത്തെ ഇക്വേഷൻ മാത്രം 2 തിരിവുണ്ട്, ജി ഡിവൈഡ് ബൈ ജി എം, ജി ഡിവൈഡ് ബൈ ജി എം. തന്നിരിക്കുന്ന ഗ്രാമിന്റെ വാല്യൂ ആണെങ്കിൽ ജി ഡിവൈഡ് ബൈ ജി എം എടുക്കാം, ജി എം എടുക്കാം. അതിന് ആദ്യം നോക്കേണ്ടത് സിമ്പിൾ നോക്കണം. സിമ്പിൾ O2, N2, H2 എന്നൊക്കെ ആണെങ്കിൽ അത് മോളിക്യൂൾ ആണ്. മോളിക്യൂൾ ആണെങ്കിൽ ഇക്വേഷൻ ജി ഡിവൈഡ് ബൈ ജി എം. O, N, H അങ്ങനെ ഒറ്റ സിമ്പിൾ ഉണ്ടെങ്കിൽ അത് ആറ്റം ആയിരിക്കും. അപ്പോൾ എടുക്കുന്ന ഇക്വേഷൻ ജി ഡിവൈഡ് ബൈ ജി എം. ഓക്കെ, ഇതാണ് സെക്കൻഡ് പോർഷൻ. അപ്പോൾ ഈ ഒരു പോർഷനാണ് പ്രോബ്ലം ബേസ്ഡ് ക്വസ്റ്റ്യൻ.